ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഏതോ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഒരു റീഡിങ്ങിലുണ്ട്. അപ്പോൾ ബ്രഹ്മാണ്ടത്തിൻ്റെ ആ ഒരു ദിവ്യ സന്ദേശം എന്താണെന്ന് നോക്കാം. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ആ ഒരു ഭാവം വരികയാണ്, സന്തോഷത്തിൻ്റെ ആ ഒരു ഭാവം വരികയാണ്, ഹീലിങ്ങിൻ്റെ ആ ഒരു ഭാവം വരികയാണ് എങ്കിൽ കീപ്പ് എൻജോയ്. ചില ആൾക്കാരുടെ ലൈഫിൽ ഒരു പുതിയ വ്യക്തിയുടെ എൻട്രി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ മിത്രത്തിൻ്റെ രൂപത്തിൽ ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കാം. ഇല്ല എങ്കിൽ ഒരു ലൈഫ് പാർട്ട്ണറിൻ്റെ രൂപത്തിൽ ഒരു പുതിയ വ്യക്തിയുടെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കാം. എന്തായാലും ഒരു പുതിയ വ്യക്തിയുടെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതോടെ നിങ്ങൾക്കൊരു ഹീലിങ്ങും ഒരു സപ്പോർട്ടും ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു വ്യക്തിയുടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കും കൂടെ ലഭിക്കുന്നതായിട്ട്, ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ അവരുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ടും കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആരാണോ ആ ഒരു വ്യക്തി, ആ വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഭാഗ്യവുമായിട്ടാണ് വരുന്നത്. ഇവിടെ രണ്ട് രീതിയിലുള്ള ആൾക്കാരാണുള്ളത്. ഒരു വ്യക്തി ചിലപ്പോൾ പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഭാഗ്യമായിരിക്കത്തില്ല, ദുർഭാഗ്യമായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമായിരിക്കും ഉണ്ടാവുന്നത്. അതേപോലെ രണ്ട് രീതിയിലുള്ള വ്യക്തികളുണ്ട്. ഇവിടെ ഈ ഞാൻ പറഞ്ഞ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഭാഗ്യവുമായിട്ടാണ് വരുന്നത്. നിങ്ങളുടെ ആ ഒരു ഭാഗ്യം കുറച്ചും കൂടെ വർദ്ധിക്കാൻ വേണ്ടി അവരുടെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് ഏതെങ്കിലും വ്യക്തി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് കിട്ടുക തന്നെ ചെയ്യുന്നതാണ്. അതായത് ഇത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതിന് മുമ്പേ തന്നെ ആ വ്യക്തിയുടെ എൻട്രി ഉണ്ടായി കാണും. ഇതുവരെ ഉണ്ടാവാത്ത ആൾക്കാർക്ക് ഇനി അങ്ങോട്ടായിരിക്കും അങ്ങനെ ഒരു വ്യക്തിയുടെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ആ ഒരു വ്യക്തിയുടെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. എപ്പോഴും ശരിയായൊരു വ്യക്തിയുടെ എൻട്രി നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ലൈഫ് സ്മൂത്തായി പോകും. നിങ്ങളുടെ വീട്ടിലെ ആ ഒരു സാഹചര്യം നേരെയാകും. കൂടാതെ വീട്ടിൽ എപ്പോഴും നെഗറ്റിവിറ്റിയൊക്കെ ആണ് എങ്കിൽ ആ നെഗറ്റിവിറ്റി മാറി പോസിറ്റിവിറ്റിയിലേക്ക് വരും. ഇതൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു ശരിയായ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എൻട്രി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു തെറ്റായ വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ എൻട്രി ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ ലൈഫ് മുഴുവൻ നെഗറ്റിവിറ്റി ആയിരിക്കും. നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം വളരെ മോശമായിരിക്കും. എപ്പോഴും നെഗറ്റിവിറ്റി നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എൻട്രി ഉണ്ടാവാൻ പോകുകയാണ്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ മുറിവുകളും ഉണങ്ങുന്നതാണ്. ഇവിടെ നിങ്ങളിപ്പോൾ ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്ത് വന്നവരാണ്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ആ ഒരു മുറിവ് മാത്രം ഒരിക്കലും ഒരു കാലവും ഉണങ്ങത്തില്ല ദൈവമേ, അത്ര വലിയൊരു മുറിവാണ് എൻ്റെ ആ ഒരു മുറിവ് എന്ന് നിങ്ങളെപ്പോഴും ദൈവത്തിനോട് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ മുറിവും ഉണങ്ങുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും പോവേ. ഇവിടെ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, അല്ല എങ്കിൽ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, പക്ഷെ ഒരു വ്യക്തിയുടെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഒരു വ്യക്തിയുടെ കാല് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വയ്ക്കുമ്പോൾ ആ ഒരു കുറവുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകളുണ്ടോ അതെല്ലാം നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആ വ്യക്തിയുടെ ആ ഒരു ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത്, ഒരു ഗ്ലോ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സന്തോഷം ലഭിക്കുന്നതാണ്. ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം നിങ്ങൾ അത് ഷെയർ ചെയ്യാൻ മടിക്കത്തില്ല. ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യും, എനിക്ക് ഇങ്ങനൊരു സന്തോഷം ലഭിച്ചു എന്ന് പറഞ്ഞ്. കൂടാതെ ദൈവത്തിനോട് നന്ദി ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ. അപ്പോൾ വളരെ നല്ലൊരു വ്യക്തിയുടെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുകയാണ്. ആ ഒരു വ്യക്തിയുടെ എൻട്രി വന്നതോടെ നിങ്ങൾക്ക് ഹീലിംഗ് ലഭിക്കും, ഫിനാൻഷ്യൽ ഗ്രോത്ത് ലഭിക്കും, ഒരു സപ്പോർട്ട് ലഭിക്കും. നിങ്ങൾ ജോബ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രമോഷൻ ലഭിക്കും. എന്താണോ നിങ്ങളുടെ ജോലി അതിൽ നിങ്ങൾക്ക് ക്യാഷ് കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആൾക്കാർ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടുതലായിട്ടും. പിന്നെ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. പിന്നെ നിങ്ങളുടെ കൂടെ ഒരു ഊർജ്ജം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നായിട്ടും കാണാൻ സാധിക്കുന്നു.
ഇത് 2 വ്യക്തികളുടെ ഊർജ്ജം ഒരു വ്യക്തിയിൽ ഉണ്ടാവുമ്പോൾ എങ്ങനെയായിരിക്കും ഫീൽ ആവുന്നത്? ഒരു പേടിയൊന്നുമില്ലാതെ സാഹസികരായിട്ട് നിങ്ങൾ മാറത്തില്ലേ? അങ്ങനെ ഒരു ഊർജ്ജം നിങ്ങൾക്കും തോന്നും. നിങ്ങളുടെ കൂടെ ഒരു ഊർജ്ജം ഉണ്ട് നിങ്ങളെ സഹായിക്കാനെന്ന്. ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒരു പേടിയും കൂടാതെ എവിടെയും നിങ്ങൾക്ക് എന്ത് കാര്യവും ചെയ്യാനും ഒരു പേടിയും ഇല്ലാതെ സാഹസികരായി നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ യെല്ലോ ഓർ ഗ്രീൻ ഈ കളറിലുള്ള വസ്ത്രം നിങ്ങൾ കൂടുതലായിട്ട് ധരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ആ ഒരു ജ്ഞാനം, നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ, ഇതിലൊരു ഉയർച്ച ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള പേഴ്സണാലിറ്റിയിലുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ ഇനി ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. പിന്നെ നിങ്ങൾ എന്ത് കഠിനാധ്വാനം ചെയ്തിട്ടും അതിൻ്റെ ആ ഒരു തിരിച്ച് കിട്ടുന്നത് വളരെ 40%ഓ 30% ആയിരിക്കും. നിങ്ങൾ 100% വർക്ക് ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ എന്താണോ കഠിനാധ്വാനം ചെയ്യുന്നത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾ എന്ത് കഠിനാധ്വാനമാണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ആ ഒരു ഫലം എപ്പോഴായാലും നിങ്ങൾക്ക് വലിയൊരു റിവാർഡായിട്ട് കിട്ടുക തന്നെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ചൊരു അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നുണ്ട്. ക്യാഷ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് കണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. എന്ത് കാര്യമാണോ ഇപ്പോൾ മോശമായ അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം ഉറപ്പായിട്ടും നേരെയാവുക തന്നെ ചെയ്യുന്നതാണ്. നിയറിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പോകുകയാണ്. ഈ പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മാണ്ടം, ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളെ ഈ ഒരു വിഷമത്തിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. കാരണം അത്രമാത്രം വിഷമമാണ് റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചത്. ഇവിടെ മണി വരാനുള്ള വഴി നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് തുറന്ന് വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഓരോ വഴിയിൽ കൂടെ പൈസ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട്. ഒത്തിരി ഐസൊലേഷനിൽ ഇരുന്ന ആളാണ് നിങ്ങൾ. ഇനി നിങ്ങൾ എല്ലാ വിഷമവും ലെറ്റ് ഗോ ചെയ്യാനാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇനി നിങ്ങൾ ഒത്തിരി ജോലി ചെയ്തു, പക്ഷെ അതിൻ്റെ ആ ഒരു പരിണാമം നിങ്ങൾക്ക് ലഭിച്ചില്ല. അത് കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യവും കൂടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മൈൻഡിൽ നിന്ന് കളയുവാനാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. കാരണം ആവശ്യമില്ലാതെ ഒരു കാര്യത്തിനും ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ പാടില്ല. സമയമാകുമ്പോൾ എല്ലാം നിങ്ങളുടെ കയ്യിൽ എത്തുക തന്നെ ചെയ്യുന്നതാണ്. ലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി നിങ്ങളുടെ കയ്യിൽ പണം വരാൻ വേണ്ടി എന്തൊക്കെ വഴികളാണോ നിങ്ങളുടെ അടുത്ത് എത്തിക്കേണ്ടത് അങ്ങനെയുള്ള വഴികൾ ലക്ഷ്മി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതാണ്. ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് എന്ത് പ്രോബ്ലമാണോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് 2 ആഴ്ചയ്ക്കുള്ളിൽ ആ ഒരു പ്രോബ്ലത്തിൽ ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എന്താണോ പ്രശ്നം അത് നിങ്ങളുടെ ഫേവറിൽ ആ പ്രശ്നം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ 2 ആഴ്ചയായിട്ടും നിങ്ങൾക്ക് ഡിലേയിലായിട്ടാണ് പോകുന്നത് ആ ഒരു പ്രശ്നമെങ്കിൽ 5 ആഴ്ച അതിനപ്പുറം പോകത്തില്ല. 5 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ആ ഒരു ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ന്യൂ മൂൺ വന്നതിന് ശേഷം ഉള്ള 3-2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ മാസം ഫുൾ മൂൺ കഴിഞ്ഞു, ഇനി ന്യൂ മൂൺ വരാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ എന്തോ വലിയൊരു ആഗ്രഹം പൂർണ്ണമാകുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഈ ഒരു ന്യൂ മൂൺ ശേഷം. ഇവിടെ എന്തായാലും ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരാണോ നിങ്ങളോട് തെറ്റ് ചെയ്തതും നിങ്ങളെ ദ്രോഹിച്ചതും നിങ്ങളുടെ ആ ഒരു നല്ല സ്വഭാവത്തെ അവർ യൂസ് ചെയ്യാൻ ശ്രമിച്ചു, നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു, അങ്ങനെയുള്ളവർക്ക് അവർ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ഫലം ലഭിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ ആ ഒരു സത്യാവസ്ഥ എന്തായാലും പുറത്തു വരിക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ ചില ആൾക്കാരോട് നിങ്ങൾ നല്ല രീതിയിലാണ് പെരുമാറുന്നത്, പക്ഷേ ആ വ്യക്തികൾ അവരുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ നിങ്ങൾ ആ ലോകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരോട് നിങ്ങളൊരു ഡിസ്റ്റൻസ് വയ്ക്കുന്നു. അത് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് നിങ്ങൾക്കുണ്ടായ അവസ്ഥ. ഇവിടെ നിങ്ങളുടെ ഇമേജ് റിലേറ്റഡ് ആയിട്ട് മനഃപൂർവ്വമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ മോശം സിറ്റുവേഷൻസ് ആൾക്കാരുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ ഇങ്ങനെയുള്ളവരാണ്, അങ്ങനെയുള്ളവരാണ്, വളരെ മോശമായിട്ടുള്ള ആളാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ ഇമേജ് മോശമാകുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഇവർ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഇവിടെ ഇവർ ചെയ്യാനുള്ള എല്ലാം ഇവർ ചെയ്തു. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി എക്സ്പ്ലനേഷൻ കൊടുക്കാനൊന്നും പോയില്ല. നിങ്ങൾ ഇങ്ങനെയുള്ള ആളാണ്, നിങ്ങൾ അങ്ങനെയുള്ള ആളാണ് എന്നും പറഞ്ഞ് നിങ്ങളുടെ ഭാഗം ക്ലിയറാക്കാൻ നിങ്ങൾ പോയില്ല. നിങ്ങൾ നിങ്ങളുടെ മേൽ വർക്ക് ചെയ്തു. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്തു. അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി ഞാൻ ഇങ്ങനെയുള്ളതാണ് എന്ന് പറയാൻ പോയില്ല. പക്ഷേ ദൈവം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ന്യായം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. പാസ്റ്റിൽ സമയം നിങ്ങൾക്ക് ഫേവറായിട്ടായിരുന്നില്ല ഉണ്ടായിരുന്നത്, പക്ഷേ ഫ്യൂച്ചറിൽ സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മേൽ എന്തൊക്കെ കള്ളമായിട്ടുള്ള ആരോപണങ്ങളാണോ ആരൊക്കെയാണോ ചെയ്തത് അതെല്ലാം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂ നിങ്ങളുടെ മേലുണ്ട് എങ്കിൽ ആ ഒരു ലീഗൽ ഇഷ്യൂ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവരും മനസ്സിലാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സത്യം എന്തായാലും പുറത്തു വരിക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വിഷം ആരോടും ഷെയർ ചെയ്തില്ല. നിങ്ങൾ വിചാരിച്ചത് എന്തിനാ ആവശ്യമില്ലാതെ എൻ്റെ വിഷം മറ്റൊരാളോടും കൂടെ പറയുന്നത് എന്ന് വിചാരിച്ച് നിങ്ങൾ ആരോടും ഷെയർ ചെയ്തില്ല. ചില ആൾക്കാർ നിങ്ങളുടെ വിശ്വാസത്തെ തകർത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് എന്തോ ഒരു കാര്യം പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഹീലാവാനാണ്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ എന്താണോ ആ ഒരു അവസ്ഥയിൽ ഒരു റിലാക്സേഷൻ കൊണ്ടുവന്നിട്ട് ഹീലാവാനാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ആ ഒരു കാര്യമാണ് നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് പറയുന്നത്. പക്ഷെ നിങ്ങളത് ഇലൂഷനായിട്ടാണ് കാണുന്നത്. ഇലൂഷനല്ല, അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് എന്ന് നിങ്ങളത് മനസ്സിലാക്കുക. ഈശ്വരൻ പറയുന്നത് സമയം മാറുവാൻ പോവുകയാണ്. വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഹീലാവാനാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് മിറർ എനർജി കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. 13 1 1 4 1 ഇങ്ങനെ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് 144 133 177 199 188 ഇതും കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈശ്വരൻ നിങ്ങളോട് പറയുന്ന സമയം എപ്പോൾ വേണമെങ്കിലും മാറാം. അതായത് ഇപ്പോൾ ഉള്ള സമയമായിരിക്കത്തില്ല 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആ ഒരു സമയം. അതുകൊണ്ട് സമയം എപ്പോൾ വേണമെങ്കിലും മാറാം. അപ്പോൾ നമ്മൾ ആ ഒരു പരിവർത്തനത്തിന് വേണ്ടി തയ്യാറായിട്ട് ഇരിക്കണം എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഡിവൈൻ്റെ ആ ഒരു ഗൈഡൻസോട് കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു നല്ല കാര്യം സംഭവിക്കുന്നതായിട്ട്, അതായത് നിങ്ങൾ എവിടെയോ യാത്ര പോകാൻ ആഗ്രഹിച്ചു, പക്ഷേ ആ ഒരു യാത്ര നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല. അത് പോസ്റ്റ്പോണ്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വരാൻ പോകുന്ന ഈ 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു ധാർമ്മിക യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആ ഒരു ധാർമ്മിക യാത്ര നിങ്ങൾ പോയതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ലക്ഷ്മിയുടെ കൂടെ കുബേര ഭഗവാനും നിങ്ങളുടെ അനുഗ്രഹത്തിനായി ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഒരു പേടിയും നിങ്ങൾക്ക് വേണ്ട. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനൊരു പേടി വരികയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തോ കാര്യം എടുക്കുമെന്നുള്ള പേടി നിങ്ങൾക്ക് ഉണ്ട്. ഇവിടെ ഒന്നും തന്നെ നിങ്ങളിൽ നിന്ന് ആരും എടുക്കത്തില്ല. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ സേഫ്റ്റി ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മുമ്പ് ആൾക്കാരുടെ നിയന്ത്രണം ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു വ്യക്തിക്കും അവരുടെ ആ ഒരു നിയന്ത്രണം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഒരിക്കലും ഫിനാൻഷ്യൽ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഗ്രോത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ബാലൻസ് ഉണ്ടാവുക തന്നെ ചെയ്യും. യൂണിവേഴ്സിൻ്റെ ആ ഒരു കൃപ നിങ്ങളുടെ മേലുണ്ട്. ഇവിടെ നിങ്ങൾ അവേക്കനിങ് ആവുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ആ ഒരു കളർ ചൂസ് ചെയ്യുന്ന രീതിയിലും മാറ്റം വരും. ആദ്യം യെല്ലോ കളർ ചൂസ് ചെയ്യും നിങ്ങൾ, പിന്നെ റെഡ്, പിന്നെ ഓറഞ്ച്, ഗ്രീൻ, യെല്ലോ, അങ്ങനെ നിങ്ങളുടെ കളർ ഓരോ നാട്ട് മാറിക്കൊണ്ടിരിക്കും. ചൂസ് ചെയ്യുന്ന വസ്ത്രത്തിൻ്റെ നിങ്ങളുടെ ആ ഒരു ഊർജം ചേഞ്ച് ആവുന്ന അനുസരിച്ചാണ് കളറും നിങ്ങൾ ചേഞ്ച് ആക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ബ്രേക്ക് ത്രൂ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്തേക്കുന്നത്, അതായത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുകയാണ്.
ഇത്രയും നാൾ നിങ്ങൾ ആർക്കോ വേണ്ടി ജീവിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പോകുന്നത്. ഒരു പെയിൻ ലഭിച്ചതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നത്. അതായത് കുറേ ആൾക്കാർക്ക് ഇപ്പോഴാണ് ആ ഒരു അറിവ് വന്നത്. അതായത് ഒരു അടി കിട്ടിയപ്പോഴാണ് ഒരു അറിവ് വന്നത് എങ്ങനെയാണ് ലൈഫ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പീസും സമാധാനവും ശാന്തിയുമാണ്. അങ്ങനെ ലൈഫ് ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പൈസയുടെ ആ ഒരു അഹങ്കാരം അങ്ങനെ ഒന്നുമില്ല. ഒരു നോർമൽ ലൈഫ് ജീവിക്കണം. അഹങ്കാരവും ഒന്നും അസൂയയും ഒന്നും തന്നെ ഇല്ലാതെ ഒരു നോർമൽ ലൈഫ്, ശാന്തിയും സമാധാനവുമുള്ള നോർമൽ ലൈഫ് ജീവിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ ഡൗൺ ടു എർത്ത് ആയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ കുറച്ചെങ്കിലും അഹങ്കാരമോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതും പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആരോടും ശത്രുതയും ആരോടും ഒരു മിത്രതയും ഒന്നും തന്നെയില്ല. ന്യൂട്രലായ അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ നിങ്ങൾ ഇത്രയും ദുഃഖം സഹിച്ചതിന് ശേഷവും ഇത്ര ശാന്തമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവം പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കുമോ? ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഇനി നിങ്ങളുടെ ലൈഫ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യും. ഇനി ഒരിടത്തും ഒരു കോംപ്രമൈസും നിങ്ങൾ ചെയ്യത്തില്ല. നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ഇനി നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ്, നിങ്ങളുടെ വാല്യൂ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് വളരെ മുകളിൽ വയ്ക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ നമുക്ക് വാല്യൂ കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ലൈഫിൽ പല കാര്യങ്ങളും നല്ലതാവുന്നത്. ഇവിടെ നിങ്ങൾ ഒരിക്കലും സ്വാർത്ഥരാവാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ ബാലൻസ് ആവുന്ന ആ ഒരു സ്ഥിതി നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ വേണം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ആവുന്ന ആ ഒരു സ്ഥിതി ഉറപ്പായിട്ടും വരുമെന്ന് മുന്നത്തെ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിനും ആരോടും കോംപ്രമൈസ് ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അതേ അവസ്ഥ വരാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾ ശാന്തമായും നിശ്ചയമായും മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വർക്കിൽ നിങ്ങൾക്ക് ഒത്തിരി മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ അത്രത്തോളം ഉയരത്തിലെത്തുന്നതാണ്. ക്യാഷ് റിലേറ്റഡ് ആയിട്ട് അത്രമാത്രം ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ ടെൻഷനിലാണ്, ക്യാഷ് ഇല്ലാത്തത് കൊണ്ടുള്ള ആ ഒരു ടെൻഷൻ തന്നെ സീരിയസ് ആയിട്ട് അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനൊരു ബ്രേക്ക് ത്രൂ ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രമാത്രം വിശ്വസിക്കുക, നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നല്ലതാവാൻ പോകുകയാണ് എന്ന്. ഇവിടെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് വരും. അവിടെ നിങ്ങൾക്ക് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥ വരത്തില്ല ഒരിടത്തും. എവിടെയാണ് ഉചിതമായിട്ടുള്ള സ്ഥലം അവിടെ നിങ്ങളുടെ ക്യാഷ് ചിലവാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ഇവിടെ യെല്ലോ കളർ നിങ്ങളോട് പറയുന്നത് ശുഭത നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുകയാണ് എന്നാണ്. ഇനി നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ ഒരു തടസ്സവും കൂടാതെ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വിജയം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് നല്ലതായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ആത്മവിശ്വാസം സമയത്തിനനുസരിച്ച് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള നല്ല ആൾക്കാരായിരിക്കും വരുന്നത്. അവർ നിങ്ങൾക്ക് സന്തോഷവും പ്രൊട്ടക്ഷനും സപ്പോർട്ടും എല്ലാം തരുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.